മോദിയും അമിത്ഷായും വെറും നേതാക്കളല്ല, പറഞ്ഞാൽ പറഞ്ഞത് നടത്തുന്ന, ഭീകരതയ്ക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന മാതൃകാ നേതാക്കളാണ്. ഇനി കാലം എത്ര കഴിഞ്ഞാലും ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ നേതാക്കന്മാരുടെ വാക്കുകൾക്കും മനക്കരുത്തിനും എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇവർ ഭരിച്ച കാലയളവ് ധാരാളം. പറഞ്ഞു വരുന്നത് കമ്മ്യൂണിസ്റ്റ് ഭീകരതയ്ക്ക് അടിവരയിടും എന്ന് അമിത്ഷാ പറഞ്ഞ അന്ത്യശാസനത്തിന് ഇനി വിരലിലെണ്ണാവുന്ന നാളുകൾ മാത്രം ബാക്കി. ആ സമയത്ത് ബസ്തർ ഒരു മുന്നറിയിപ്പാണ്. ഇനിയും അവസാനിക്കാത്ത കമ്മ്യൂണിസ്റ്റ് ഭീകരത തുടരുന്ന ഇടങ്ങളിൽ ഒരു മുന്നറിയിപ്പ് ആഘോഷമാക്കിയിരിക്കുകയാണ് ഛത്തീസ്ഗഡിലെ ബസ്തർ നിവാസികൾ. കഴിഞ്ഞ ദിവസത്തെ റിപ്പബ്ലിക് ദിനം. പതിറ്റാണ്ടുകളായി കമ്മ്യൂണിസ്റ്റ് ഭീകരതയുടെ പിടിയിലായിരുന്നു ഛത്തീസ്ഗഡിലെ ബസ്തർ മേഖല. ബസ്തർ മേഖലയിൽ ഇത്തവണ ജനാധിപത്യത്തിന്റെ ആഘോഷം നടന്നു. രാജ്യം സ്വാതന്ത്ര്യം നേടി 7 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും ദേശീയ ദിനങ്ങൾ ആഘോഷിക്കാൻ കഴിയാത്ത ബിജാപൂർ, നാരായൺപൂർ, സുക്മ ജില്ലകളിലെ 47 ഗ്രാമങ്ങളാണ് ആദ്യമായി റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചത്. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ചുവപ്പ് ഭീകരതയുടെ അടിവേറിറക്കാൻ ശക്തമായ ഓപ്പറേഷനുകളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തുന്നത്. ഒപ്പം ധാരാളം വികസന പ്രവർത്തനങ്ങളും വലിയ രീതിയിലാണ് ഈ പ്രദേശങ്ങളിൽ നടക്കുന്നത്. അതിനു പിന്നാലെ മാവോയിസ്റ്റ് ബാധിത പ്രദേശങ്ങളിൽ 59 പുതിയ സുരക്ഷാ ക്യാമ്പുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇതോടെ പ്രാദേശിക സമൂഹങ്ങൾ സർക്കാരിനോട് ഒരൽപ്പം വിശ്വാസം കാണിക്കാൻ തുടങ്ങി. ഒരു കാലത്ത് മാവോയിസ്റ്റുകളുടെ ശക്തി കേന്ദ്രം എന്നറിയപ്പെട്ടിരുന്ന സുക്മയിൽ സിആർപിഎഫിന്റെ 74ാമത് ബറ്റാലിയൻ ക്യാമ്പ് സ്ഥാപിച്ചിരുന്നു. കഴിഞ്ഞ വർഷം 53 ഗ്രാമങ്ങളാണ് ആദ്യമായി റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ നടന്നത്. ഈ വർഷം 47 ഗ്രാമങ്ങളിൽ കൂടി ആദ്യമായി ത്രിവർണ്ണ പതാക ഉയർന്നു. ഒരു കാലത്ത് ദേശീയ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുത്താൽ ഇവിടെയുള്ള ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമായിരുന്നു. എന്നാൽ അതേ പ്രദേശങ്ങളിൽ ഇന്ന് ഗ്രാമീണർ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കാൻ അവരുടെ ഇഷ്ടത്തോടെ മുന്നോട്ട് വരികയാണ്. 2026 ജനുവരി 26 ഈ 47 ഗ്രാമങ്ങളിൽ ഉയർന്ന ത്രിവർണ്ണ പതാക ഇനി അവർക്ക് സമാധാനത്തിന്റെയും ജനാധിപത്യത്തിന്റെയും പുതിയ തുടക്കമാണ്. അതിന്റെ ശക്തമായ പ്രതീകമാണ്. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദിയോസായ് വളരെയധികം അഭിമാനത്തോടെ പറഞ്ഞ വാക്കുകളാണിത്. 78ാം സ്വാതന്ത്ര്യ ദിനത്തിലും ചരിത്രമായി ബസ്തർ എന്ന ഛത്തീസ്ഗഡ് ഗ്രാമം. ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് മേഖലയെ ബസ്തറിലുള്ള 13 ഗ്രാമങ്ങളിൽ സ്വാതന്ത്ര്യ ദിനത്തിൽ ചരിത്രത്തിൽ ആദ്യമായി ദേശീയ പതാക ഉയർത്തിയിരുന്നു. പുരാണത്തിലെ ദണ്ഡകാരണ്യം എന്ന പ്രദേശമാണ് ഛത്തീസ്ഗഡിലെ ബസ്തർ. ശിക്ഷ നടപ്പാക്കുന്ന വനം എന്നാണ് ദണ്ഡകാരണ്യം എന്ന പദത്തിനർത്ഥം. ഈ പദം അന്വർത്ഥമാക്കും വിധമാണ് ഇവിടുത്തെ സംഭവ വികാസങ്ങൾ എന്നതും ശ്രദ്ധേയം. മധ്യപ്രദേശിലായിരുന്നു ബസ്തർ. 2000-ൽ ഇത് ഛത്തീസ്ഗഡിന്റെ ഭാഗമാവുകയായിരുന്നു. ബസ്തർ, ദന്തേവാഡ, കൊണ്ടഗാവ്, ബിജാപൂർ, നാരായൺപൂർ, കാങ്കർ, സുക്മ തുടങ്ങിയ പ്രദേശങ്ങൾ ബസ്തർ ഡിവിഷനായി മാറി. കേരള സംസ്ഥാനത്തേക്കാൾ വലിയ മേഖലയാണ് ബസ്തർ. വ്യത്യസ്ത വിഭാഗത്തിൽ വരുന്ന ആദിവാസികളാണ് ബസ്തർ മേഖലയിലെ പ്രദേശവാസികൾ. നെർലിഘാട്ട്, പാനിഡോബർ, ഗുണ്ടം, പുത്കൽ, ചുത്വാഹി, കസ്തൂർപേട്ട, മസ്പൂർ, ഇറക്ഭട്ടി, മൊഹന്തി, തെക്കൽഗുദം, പുവാർത്തി, ലഖാപാൽ, പുലൻപാട് എന്നീ ഗ്രാമങ്ങളിലാണ് ആദ്യം സ്വാതന്ത്ര്യദിനത്തിൽ ത്രിവർണ്ണ പതാക ഉയർന്നത്. ഈ സ്ഥലങ്ങളിലൊന്നും മുൻപ് ഇത്തരത്തിലൊരു ജനകീയ പരിപാടി നടന്നിട്ടില്ല. ബസ്തർ എന്നും രാഷ്ട്രീയ ഭൂപടത്തിൽ ചോരക്കറ പുരണ്ട ഒരു പ്രദേശമായിട്ടാണ് അറിയപ്പെട്ടത്. ഇന്ത്യയിലെ പുരാതന ആദിവാസി മേഖല വാർത്തകളിൽ പലപ്പോഴും ഇടം നേടുന്നത് മാവോയിസ്റ്റ് ആക്രമണങ്ങളുടെ പേരിലായിരുന്നു. സമാധാനപരമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും മേഖലയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുമെല്ലാം സഹായിക്കുന്ന ഘടകമായി ഈ പ്രദേശത്ത് നടത്തുന്ന ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. യുവാക്കളും മുതിർന്നവരുമെല്ലാം വലിയ പിന്തുണയാണ് ഇതിന് നൽകുന്നത്. സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക്, പ്രത്യേകിച്ച് വനവാസി വിഭാഗത്തിലുള്ളവരിലേക്ക് കൃത്യമായി എത്തിക്കുന്നതിന് ഈ ക്യാമ്പുകൾ പ്രയോജനപ്പെടുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. 7 ജില്ലകൾ ഉൾപ്പെടുന്ന ബസ്തർ ഡിവിഷനിൽ കഴിഞ്ഞ 30 വർഷത്തോളമായി കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ സാന്നിധ്യം ശക്തമായിരുന്നു. അതേസമയം റായ്പൂർ ഉൾപ്പെടെ എല്ലാ ജില്ലകളിലും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തിയതോടെ ഇതിനൊക്കെ ഒരുപാട് മാറ്റങ്ങളാണ് വന്നത്. എന്തായാലും ഇതുപോലെയുള്ള സ്വാതന്ത്ര്യദിനം, അതുപോലെ റിപ്പബ്ലിക് ദിനം പോലെയുള്ള ദേശീയ ദിനങ്ങളിൽ ഇവിടെയുള്ള ജനങ്ങൾ സ്വമേധയാ മുന്നോട്ട് വന്ന് ജനാധിപത്യത്തിന്റെ ആഘോഷമാക്കി മാറ്റാൻ, ആ ആഘോഷത്തിന്റെ മധുരം നുകരാൻ മുന്നോട്ട് വരുന്നത് വളരെയധികം അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ്. ഒപ്പം ഈ നാട്ടിലെ ജനങ്ങൾ അഭിനന്ദനവും അർഹിക്കുന്നു. എന്തായാലും ജനാധിപത്യത്തിലും ഒപ്പം നരേന്ദ്രമോദി സർക്കാരിലും വിശ്വസിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.